Hi, my dears. Good morning. How are you all? How are you? Fine? Okay. Take your English textbook. English textbook. Yes. Take page number 20. 20. Page number 20. Sir, what is this? O-N-E? O-N-E? One. We know the spelling of one. O-N-E. O-N-E. One. One means ഒന്ന്. O-N-E. One. This is O-N-E. One. You all know that. Very easy. One and many. One and നമ്മൾ പഠിച്ചില്ലേ വണ്ണും പിന്നെ മെനി. മെനി എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് മെനി? കുറേ. വൺ എന്ന് പറഞ്ഞാൽ ഒന്ന്. വൺ മീൻസ് ഒന്ന്. മെനി എന്ന് പറഞ്ഞാൽ കുറേ, ധാരാളം. അതിനാണ് മെനി എന്ന് പറയുന്നത്. സ്പെല്ലിംഗ് മെനി. M-A-N-Y. മെനി. M-A-N-Y. മെനി. M-A-N-Y. മെനി. M-A-N-Y. മെനി മീൻസ് കുറേ, ധാരാളം. അതിനാണ് മെനി എന്ന് പറയുന്നത്. വൺ എന്ന് പറഞ്ഞാൽ ഒന്ന്. ആൻഡ് പിന്നെ എന്താ നമ്മൾ പഠിക്കുന്നത്? മെനി. മെനി എന്ന് പറഞ്ഞാൽ കുറെ. വൺ മീൻസ് ഒന്ന് ആൻഡ് മെനി. മെനി മീൻസ് കുറെ, ധാരാളം. അപ്പൊ വൺ എന്താണെന്നും മെനി എന്താണെന്ന് നമ്മൾ പഠിക്കണം. വൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒന്ന്. Then listen to your book. Read aloud. ഉറക്കെ വായിക്കാനാണ് പറയുന്നത്. One and many. വണ്ണും പിന്നെ മെനിയും. Read aloud. ഒച്ചത്തിൽ വായിക്കുക. One van. Here only one van. ഒരു വാൻ. Here 1, 2, 3. ഒന്നല്ല, അപ്പൊ കുറെ ഉണ്ട്. മെനി. മെനി വാൻസ്. വണ്ണല്ല, ഒന്നാണെങ്കിൽ നമുക്ക് വൺ എന്നുള്ള അറിയാൻ പറ്റുക. വണ്ണിൽ കൂടുതൽ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയാം? കുറെ ഉണ്ടെങ്കിൽ മെനി. ഹിയർ മെനി വാൻസ്. ഇവിടെ കണ്ടോ? MANY. മെനി വാൻസ്. ആ മെനി ചേർക്കുമ്പോൾ നമ്മള് ഈ വാനിന്റെ കൂടെ എന്ത് ചേർക്കും? എസ് ചേർക്കും. കുറെ ഉണ്ടായതുകൊണ്ട് നമ്മള് എസ് ചേർക്കും. അപ്പൊ മെനി വാൻസ്. അപ്പൊ കുറെയുള്ള കാര്യങ്ങൾ കൂടെ നമ്മൾ എന്ത് ചേർക്കും? എസ് ചേർക്കും. ഇവിടെ വൺ വാൻ എന്നുള്ളു ചേർത്തിട്ട് എസ് ചേർത്തില്ല. ബിക്കോസ് ഓൺലി വൺ വാൻ, ഒരു വാൻ ഉള്ളു. ഇവിടെയാണെങ്കിലും മെനി വാൻസ്. കുറെ വാനുകൾ ഉണ്ട്. കുറെ വാൻ എന്നല്ലേ നമ്മൾ പറയാം? കുറെ വാനുകൾ എന്നല്ലേ പറയാം? അതാണ് എസ് ചേർക്കണം. Many vans. And here one bun. ഒരു ബണ്ണ്. Here many buns. ഇവിടെ ബണ്ണ് കഴിഞ്ഞിട്ട് എസ് ചേർത്തിട്ടുണ്ട്. Many കുറെ buns. ബണ്ണുകൾ. Many buns. See, one balloon. ഒരു ബലൂൺ. പിന്നെ here many balloons. കുറെ ബലൂണുകൾ. balloons. ലാസ്റ്റ് എസ് ചേർത്തു അല്ലെ? കുറെ ഉണ്ടായോണ്ട്. Here only one ball. ഒരു ബോൾ. Many balls. കുറെ ബോളുകൾ. balls. Yes, ചേർത്തു. balls. പിന്നെ one apple. ഒരു ആപ്പിൾ. Here many apples. ആപ്പിളിന്റെ ലാസ്റ്റിൽ yes ചേർത്തു. കാരണം many apples. കുറെ ആപ്പിളുകൾ. Next one egg. ഒരു മുട്ട. Many eggs. എഗ്ഗിന്റെ ലാസ്റ്റ് എസ് ചേർത്തു. കുറെ മുട്ടകൾ. കുറെ മുട്ട നമ്മൾ പറയില്ല, അപ്പൊ കുറെ മുട്ടകൾ. മെനി എഗ്സ്. എഗ്ഗിന്റെ ലാസ്റ്റ് എസ് ചേർത്തു. വൺ ബുക്ക്. ഒരു ബുക്ക്. മെനി ബുക്സ്. കുറെ ബുക്കുകൾ. ബുക്സ്. ലാസ്റ്റ് എസ് ചേർത്തണ്ടോ? വൺ ഡക്ക്. ഒരു താറാവ്. മെനി ഡക്സ്. വൺ അല്ല, ടു ഉണ്ട്. ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ നമ്മൾ മെനി ചേർക്കാം. മെനി ഡക്സ്. ഡക്ക്. എസ് ചേർത്തു. മെനി ആയുണ്ട്. വൺ പെൻസിൽ. മെനി പെൻസിൽസ്. വൺ സ്റ്റാർ. മെനി സ്റ്റാർസ്. വൺ ബാഗ്. മെനി ബാഗ്സ്. ഓക്കെ, മനസ്സിലായോ നിങ്ങൾക്ക്? വൺ ആവുമ്പോ നമ്മൾ അതിന്റെ കൂടെ എസ് ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ഒന്നുള്ളൂ. മെനി ചേർക്കുമ്പോ അതിന്റെ കൂടെ എസ് ചേർക്കണം, കാരണം കുറെ ഉണ്ട്. മെനി പറഞ്ഞാൽ കുറെ, ധാരാളം. Okay? Yes. Next one.
വൺ ആൻഡ് മെനി കൊണ്ട് നമുക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. നെക്സ്റ്റ് പേജിൽ ടിക്ക് ദ കറക്റ്റ് വേർഡ് പറയണം. ഇവിടെ ഹൗ മെനി ഹാൻഡ്സ് ഓൺലി വൺ അല്ലെ. അപ്പൊ നമ്മൾ എന്താ ചേർക്കുക? ആൻഡ് എന്നാ ചേർക്കുക. എസ് വേണ്ട. അപ്പൊ ആൻഡിന്റെ നേരെ ടിക്ക്. ഹിയർ ബേർഡ്സ് 2 ഉണ്ട്. അപ്പൊ ബേർഡ്സ് അതിന്റെ നേരെ ടിക്ക്. ഹിയർ കാറ്റ്സ് മെനി കാറ്റ്സ്. അപ്പൊ കാറ്റ്സ് ടിക്ക്. ഹിയർ റാറ്റ്സ് ടിക്ക്. ഈഗിൾ ഓൺലി വൺ അല്ലെ. അപ്പൊ ഈഗിൾ എസ് വേണ്ട. ഈഗിൾ ടിക്ക്. ഹിയർ ഫ്രോഗ്സ് മെനി ഫ്രോഗ്സ്. സോ ടിക്ക്. Here goat, only one goat, so goat. Here horses kudiragal, so tick here. Lions, tick. Monkeys, so tick. Owl, only one owl, so tick. Tigers, tick second one. Here also one and many, tick. ഇഫ് റൈറ്റ് ഓർ ക്രോസ് ഇഫ് റോങ്. ശരിയാണെങ്കിൽ ടിക്ക് ഇടുക, ടിക്ക്. തെറ്റാണെങ്കിൽ ക്രോസ്, പുട്ട് ക്രോസ്. ഓക്കെ. ഫസ്റ്റ് വൺ റാറ്റ്സ്. ക്രോസ് റോങ് ആണ്, തെറ്റാണ് അല്ലെ. ക്രോസ്. ഒരു റാറ്റ് ഉള്ളു. അപ്പൊ ഇങ്ങനെ റാറ്റ്സ് വരില്ല. അപ്പൊ തെറ്റാണ്. ഹിയർ ബുക്ക് തെറ്റാണ്. കുറെ ബുക്കുകളുണ്ട്. മെനി ബുക്സ് എസ് ഇല്ല. അപ്പൊ ക്രോസ്. ഹിയർ പെൻസിൽസ് കറക്റ്റ്, ടിക്ക്. Flowers, no, only one flower ulla, appo flowers illa, put cross. Bags, put cross. Parrots, yes, put tick. Trees undo avade? Undo. Trees undo. Yes, ചേർക്കാൻ കുറെ ട്രീകൾ ഉണ്ട് അവിടെ. many trees ഉണ്ടോ? No. അപ്പൊ put cross. തെറ്റിട. ഇവിടെ കാരണം ഒരു ട്രീ ഉള്ളൂ. അപ്പൊ ഇവിടെ എസിന്റെ ആവശ്യമില്ല. അപ്പൊ cross. Buns, yes, buns. Many buns. Put tick mark. Stars. Yes, നക്ഷത്രങ്ങൾ ഉണ്ട് അല്ലെ. സ്റ്റാർസ്, മെനി സ്റ്റാർസ്. സോ പുട്ട് ടിക്ക്. ബനാന, യെസ്, വൺ ബനാന ഉള്ളൂ. അപ്പൊ ബനാന, ടിക്ക്. നെയിൽസ്, ആണികൾ, യെസ്, ടിക്ക്. ഓണിയൻ, നോ, ഓണിയൻസ് കുറെ ഉള്ളികളുണ്ട്. മെനി ഓണിയൻസ് ഉണ്ട്. അപ്പൊ പുട്ട് ക്രോസ്. ഓക്കെ, മനസ്സിലായോ? ഇങ്ങനെ നിങ്ങൾക്ക് മെനി ചേർക്കുമ്പോ എന്താണ് ചേർക്കുക എന്നൊക്കെ മനസ്സിലായോ? ഇനി മിസ് കുറച്ച് എക്സാമ്പിൾസ് I'll show you. Here this is one crayon. ഒരു ഒറ്റ crayon color. Here are many crayons. Look, many crayons. കുറെ കളറുകൾ. Many crayons. അപ്പൊ മിസ് എന്ത് പറഞ്ഞു? crayons ചേർത്തു അല്ലെ. കുറെ ഉണ്ടായതുകൊണ്ട് many crayons. one ആയപ്പോ one crayon. Many crayons. Understand? Yes. Here, this is one slide pencil. And here, many slide pencils. Last pencil kude yes cherthu കാരണം എന്താ? many. Reason is many pencils. Many slide pencils. Only one slide pencil. Here, many slide pencils. Okay? Next, this is one small book. One book. Here many books. ബുക്കിന്റെ ലാസ്റ്റിൽ എസ് ചേർത്ത് കുറെ ബുക്കുകൾ. Many books. Okay? Are you okay? You understand? Yes. Easy ആണല്ലേ. വൺ ആണെങ്കിൽ അതിന്റെ കൂടെ എസ് ചേർക്കണ്ട, ഒന്നുള്ളൂ. One finger. This is one finger. ഒരു വിരൽ. The many fingers. കുറെ വിരലുകൾ. കുറെ വിരൽ എന്ന് പറയില്ലല്ലോ, അതാണ് മെനി ഫിംഗേഴ്സ്. കുറെ വിരലുകൾ. Okay? Yes. So, understand this well. Write the words and send to me. Okay? Bye.